ഐതിഹ്യമാല അധ്യായം 35. കൈപ്പുഴ രാജ്ഞിയും പുളിങ്കുന്ന് ദേശവും. വടക്കങ്കൂർ രാജവംശത്തിലെ ഒരു ശാഖക്കാർ ഒരു കാലത്ത് ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കൈപ്പുഴ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു. അവരെ അക്കാലത്ത് സാധാരണമായി കൈപ്പുഴത്ത് തമ്പുരാക്കന്മാരാണെന്ന് പറഞ്ഞു വന്നിരുന്നത്. അവിടെ നിന്നൊരു തമ്പുരാട്ടിയെ ഒരമ്പലപ്പുഴ, അതായത് ചെമ്പകശ്ശേരി തമ്പുരാൻ സംബന്ധം ചെയ്തുകൊണ്ട് പോയിരുന്നു. അമ്പലപ്പുഴ തമ്പുരാക്കന്മാർ ബ്രാഹ്മണരായിരുന്നുവല്ലോ. മലയാള ബ്രാഹ്മണരിൽ മൂത്തയാൾ മാത്രം സ്വജാതിയിൽ വിവാഹം ചെയ്യുകയും മറ്റുള്ളവരെല്ലാം ബ്രാഹ്മണരിൽ തന്നെ താണജാതിക്കാരുടെ സ്ത്രീകളെ സംബന്ധം ചെയ്യുകയുമാണല്ലോ പതിവ്. ഒരു കാലത്ത് അമ്പലപ്പുഴ ജ്യേഷ്ഠാനുജന്മാരായിട്ട് 2 തമ്പുരാക്കന്മാരുണ്ടായിരുന്നു. അവരിൽ രണ്ടാമനാണ് കൈപ്പുഴ രാജ്ഞിയെ സംബന്ധം ചെയ്തുകൊണ്ടുപോയത്. എങ്കിലും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മൂപ്പും രാജ്യാധിപത്യവും വർദ്ധിച്ചു. അക്കാലത്ത് ആ തമ്പുരാൻ സ്വരാജ്യത്തിൽ പുളിങ്കുന്ന് എന്ന ദേശം തന്റെ പ്രിയതമയായ രാജ്ഞിക്ക് ഇഷ്ടദാനമായി കൊടുത്തു. അവിടെ ഒരു ഭവനം ഉണ്ടാക്കിക്കൊടുത്ത് ആ രാജ്ഞിയെയും സന്താനങ്ങളെയും അവിടെ പാർപ്പിച്ചു. ആ തമ്പുരാന്റെ കാലം കഴിഞ്ഞിട്ടും ആ തമ്പുരാട്ടിയും അവിടുത്തെ മക്കളും അവിടെ തന്നെ താമസിച്ചിരുന്നു. ആ ദേശത്തെ നികുതി പിരിക്കുവാനുള്ള അധികാരം അവിടേക്കുണ്ടായിരുന്നത് കൂടാതെ അവിടുത്തെ ഭർത്താവായിരുന്ന തമ്പുരാൻ അവിടേക്ക് ധാരാളം പണം കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അവിടെ വേണ്ടിയതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കുട്ടിപ്പട്ടന്മാർ, ഭൃത്യന്മാർ, പരിചാരകന്മാർ, കാര്യസ്ഥന്മാർ മുതലായവരും ധാരാളം ഉണ്ടായിരുന്നു. ശമ്പളം കൊടുക്കുവാൻ വേണ്ടുന്ന മുതലുണ്ടായെന്ന് കണ്ടാൽ സേവിക്കാൻ ആളുകൾ ധാരാളം ഉണ്ടാകുമല്ലോ. അതിനാൽ ആ രാജ്ഞി യഥാപൂർവം വേണ്ടുവന്ന പതിവുകളെ കൂടിയാണ് അവിടെ താമസിച്ചു വന്നത്. ഇങ്ങനെയിരിക്കുന്ന കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് അമ്പലപ്പുഴ രാജാവുമായി യുദ്ധം ആരംഭിച്ചത്. ആ യുദ്ധത്തിൽ അമ്പലപ്പുഴ രാജാവ് പരാജിതനായി തീരുമെന്ന് ഏകദേശം തീർച്ചയായപ്പോഴേക്കും തിരുവിതാംകൂർ മഹാരാജാവിന്റെ സൈന്യം പുളിങ്കുന്നിലേക്ക് കൂടി വന്നു. വല്ല ഉപദ്രവവും ഉണ്ടാക്കിയേക്കുമോ എന്ന് വിചാരിച്ച് രാജ്ഞിക്ക് വളരെ പരിഭ്രമവും ഭയവും ഉണ്ടായി. ഏതായാലും ഇനി ഇവിടുത്തെ മാസം അത്ര ശുഭമായി വരികയില്ല. കഴിയുന്ന വേഗത്തിൽ കൈപ്പുഴയ്ക്ക് പോകണമെന്ന് രാജ്ഞി തീർച്ചപ്പെടുത്തുകയും ആ വിവരം കാര്യസ്ഥന്മാരെ ധരിപ്പിച്ച് വേണ്ടുന്നതെല്ലാം തയ്യാറാക്കുവാൻ ചട്ടം കിട്ടുകയും ചെയ്തു. അക്കാലത്ത് പുളിങ്കുന്നിൽ വലിയ ധനവാന്മാരായ നായന്മാർ 300-ൽ പരം വീട്ടുകാരും ഉണ്ടായിരുന്നു. ഈ നായന്മാരല്ലാതെ സാമാന്യം പോലെ ആ ദിക്കിൽ ആരും ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയാം. നസ്രാണി മാപ്പിളമാർ 4-5 കുടുംബക്കാരുണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാം അന്നന്ന് കൂലിവേല ചെയ്ത് അഹോവൃത്തി കഴിക്കുന്ന അഗതികളായിരുന്നു. രാജ്ഞിക്ക് രാജാധിപത്യം കൂടി ഉണ്ടായിരുന്നതിനാൽ അവിടെയുള്ള സകല ജനങ്ങളും രാജ്ഞിയുടെ ആജ്ഞയിൽ ഉൾപ്പെട്ടാണ് അവിടെ താമസിച്ചിരുന്നത്. രാജ്ഞിയുടെ ഭർത്താവായ രാജാവ് തീവെട്ടുപോയതിന്റെ ശേഷവും ആ രാജപത്നിയെക്കുറിച്ചുള്ള ഭക്തിയും ബഹുമാനവും ആർക്കും കുറഞ്ഞിരുന്നില്ല. എങ്കിലും രാജ്ഞി യാത്ര നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ അക്കാലം വരെ അവർക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്യുവാൻ പോലും തയ്യാറായിരുന്ന ആ നായന്മാരുടെ ഭാവവും മാറി. താങ്കളുടെ രക്ഷാധികാരിണിയായി തീർന്ന രാജ്ഞി ദേശം വിട്ടു പോകുന്നുവെന്ന് കേട്ടാൽ ഒന്ന് ചെന്ന് കാണണമെന്നോ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നോ തോന്നുന്നത് സ്വാഭാവികമാണല്ലോ. എന്നാൽ ആ ദിക്കിലുള്ള നായന്മാർക്ക് ആ വക ലൗകിക വിചാരമൊന്നും ഉണ്ടായില്ല. അവിടെ കൂടെ താമസിച്ചിരുന്ന ഭൃത്യന്മാർ പോയി 2 വഞ്ചികൾ കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്ന ഭരണിപ്പാത്രങ്ങൾ മുതലായ സാധനങ്ങളെല്ലാം ഒരു വഞ്ചിയിലാക്കി. ഉടനെ പണ്ടങ്ങളും പണവുമായി ഉണ്ടായിരുന്നതെല്ലാം എടുത്തുകൊണ്ട് തന്റെ സന്താനങ്ങളോടുകൂടി രാജ്ഞി മറ്റേ വഞ്ചിയിൽ ചെന്ന് കയറി. അപ്പോഴേക്കും ഭൃത്യന്മാരും എവിടെയോ പോയി കളഞ്ഞു. പരിചാരകന്മാർ, കുട്ടിപ്പട്ടന്മാർ മുതലായവരും ഭൃത്യന്മാർ പോയ പുറകെ പോയി. കിം ബഹുന, രാജ്ഞിയും അവിടുത്തെ സന്താനങ്ങളും മാത്രം അവിടെ ശേഷിച്ചു. സഹായത്തിനുള്ള ആളുകളും വഞ്ചിക്കാരുമെല്ലാം വരുമെന്ന് വിചാരിച്ച് അവർ വളരെ നേരം ആ വഞ്ചിയിൽ നോക്കിക്കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല. നേരം വൈകി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ രാജ്ഞിക്ക് ഭയവും വ്യസനവും വർദ്ധിച്ചു തുടങ്ങി. ഈശ്വര, ഇവരെല്ലാം കൂടി എന്നെ ചതിക്കുകയായിരിക്കുമോ എന്ന് പറഞ്ഞ രാജ്ഞി കുറേശ്ശെ കരഞ്ഞു തുടങ്ങി. അമ്മയുടെ മുഖഭാവം മാറിക്കണ്ടപ്പോൾ മക്കളെല്ലാം കൂട്ടത്തോടെ കരഞ്ഞു തുടങ്ങി. 4 വയസ്സു മുതൽ 10 വയസ്സുവരെ പ്രായമായ 3-4 കുട്ടികളല്ലാതെ പ്രായം തികഞ്ഞവരായി ആ രാജ്ഞിയുടെ മക്കളിൽ ആരുമുണ്ടായിരുന്നില്ല. രാജ്ഞി ഒരുവിധം തന്റെ വ്യസനത്തെ ഉള്ളിലൊതുക്കുകയും കുട്ടികളെ സമാധാനപ്പെടുത്തുകയും ചെയ്തിട്ട് തന്റെ മൂത്ത പുത്രനെ അവിടെ സമീപത്തുണ്ടായിരുന്ന നായർ ഗ്രഹങ്ങളിലെല്ലാം പറഞ്ഞയച്ച് അവരെയൊക്കെ വിളിപ്പിച്ചു. അവരിൽ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ യാതൊരുത്തരും വന്നില്ല. എന്നു മാത്രമല്ല, ആ രാജകുമാരൻ ചെന്ന് വിളിച്ചിട്ട് അവരാരും മിണ്ടിയതുപോലുമില്ല. പിന്നെ രാജ്ഞി ആ കുമാരനെ തന്നെ ചില മാപ്പിള വീടുകളിൽ പറഞ്ഞയച്ചു.
അവിടെയൊക്കെ ചെന്ന് നോക്കിയിട്ട് ആരെയും കണ്ടെത്തിയതുമില്ല. ആ വിവരം കുമാരൻ മടങ്ങി വന്ന് പറഞ്ഞു. അപ്പോൾ രാജ്ഞി താൻ നിസ്സഹായയായി തീർന്നുവെന്ന് തീർച്ചയാക്കി രാവിലെ ഊണ് കഴിച്ച് വഞ്ചിയിൽ കയറിയ കുട്ടികളെയെല്ലാം വിശപ്പ് കൊണ്ട് ക്ഷീണിച്ച് കരഞ്ഞു തുടങ്ങിയിരുന്നു. സൂര്യൻ അസ്തമിക്കാറാവുകയും ചെയ്തു. ഇനി എന്തൊരു ഗതിയാണ് ഈശ്വര, ആകപ്പാട് ആപത്തിലായല്ലോ എന്ന് പറഞ്ഞ് രാജ്ഞി വീണ്ടും കരഞ്ഞു തുടങ്ങി. അത് കണ്ടപ്പോൾ കുട്ടികളുടെ കരച്ചിൽ ഒന്നുകൂടി വർദ്ധിച്ചു. ഇങ്ങനെ അവരെല്ലാവരും കൂടി കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സ്വല്പം ദൂരെ കൂടി 4 മാപ്പിളമാർ കടന്നു പോകുന്നത് കണ്ടിട്ട് രാജ്ഞി തന്റെ പുത്രനെ കൊണ്ട് അവരെ വിളിപ്പിച്ചു. അവർ അടുത്തു വന്നപ്പോൾ രാജ്ഞിയെ കാണുകയാൽ താണു തൊഴുതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുന്നള്ളിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. രാജ്ഞി സംഗതികളെല്ലാം പറഞ്ഞ് അവരെ ധരിപ്പിച്ചതിന് ശേഷം ഏതു വിധവും നിങ്ങൾ കഴിയുന്നതും വേഗത്തിൽ എന്നെയും എൻ്റെ കൂട്ടാളികളെയും കൈപ്പുഴ കൊണ്ടുചെന്നാക്കണം. അതിന് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. അത് കേട്ട് മാപ്പിളമാർ ഒന്ന് കൽപ്പിച്ചു തന്നില്ലെങ്കിലും അവിടേക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ അടിയങ്ങൾ തയ്യാറാണ്. വിശേഷിച്ചും ഈ സ്ഥിതിയിൽ അടിയങ്ങളാൽ കഴിയുന്നത് ചെയ്തില്ലെങ്കിൽ പിന്നെ മനുഷ്യരായി ജീവിക്കുന്നത് എന്തിനാണ്? അവിടുത്തെ തോച്ചാണ് ഞങ്ങൾ അടിയങ്ങൾ ഇതുവരെ തന്നിട്ടുള്ളത്, അവിടുത്തെ ചോറാണ് ഇവിടെ ഉണ്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ കൽപ്പിച്ചൊരു നാഴിക ഒരു ക്ഷമിക്കണം. അടിയങ്ങൾ നേരം വെളുത്തപ്പോൾ കൂലിവേലയ്ക്ക് വിട്ടതുകൊണ്ടാണ് ഇന്ന് കരിക്കാടി ആഹരിച്ചിട്ടില്ല. അതിനാൽ ക്ഷണത്തിൽ കുറച്ച് കരിക്കാടി വെള്ളം മോന്തിക്കൊണ്ട് വിടുകൊള്ളാം എന്ന് പറഞ്ഞു. കൽപ്പിച്ച കാര്യം അടിയങ്ങൾ ഏറ്റിരിക്കുന്നു, അതിന് യാതൊരു വ്യത്യാസവും വരുത്തുകയില്ല എന്ന് പറഞ്ഞുപോയി. ഉടനെ അവർ 4 പേരും ആഹാരവും കഴിച്ചു വന്ന് വഞ്ചികളിൽ 2 പേർ കയറി വഞ്ചി നീക്കാറായപ്പോൾ ശുദ്ധഹൃദയായ രാജ്ഞി വ്യസനഭ്രാന്തയായി കരഞ്ഞുകൊണ്ട്, എൻ്റെ ഈശ്വര, ഈ ദിക്കിലുള്ള നായന്മാരെല്ലാം നശിച്ചു പോണേ, മാപ്പിളമാരെല്ലാം സകല ശ്രേയസ്സും കൂടെ വർദ്ധിച്ചു വരികയും ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ആവത്തൊന്നും കൂടാതെ തൻ്റെ പൂർവ്വഗ്രഹത്തിൽ ചെന്നെത്തുവാനായി പോയി. ഈശ്വരനെ പ്രാർത്ഥിച്ചു. യാതൊരാപത്തിനും ഇടയാകാതെ പിറ്റേ ദിവസം അതിരാവിലെ വഞ്ചികളിൽ 2 കൈപ്പുഴക്കടവിലെടുത്തു. രാജ്ഞിയും മക്കളും കരക്കിറങ്ങി രാജമന്ദിരത്തിലേക്ക് പോയി. തലേ ദിവസം ഭക്ഷണം കഴിക്കാതായിരുന്നതിനാൽ അവർക്ക് വളരെ ക്ഷീണമുണ്ടായിരുന്നു. അതിനാൽ ഉടനെ അവർ കുറച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും വഞ്ചിക്കാരായ മാപ്പിളമാരും കൈപ്പുഴയുണ്ടായിരുന്ന ഭൃത്യന്മാരും കൂടി സാമാനങ്ങളെല്ലാം ചുമന്ന് കോയിക്കലാക്കി. രാജ്ഞി ആ മാപ്പിളമാർക്ക് കേമമായി ഭക്ഷണം കൊടുപ്പിക്കുകയും അവർ വിചാരിച്ചതിൽ വളരെയധികം പണവും സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ചയക്കുകയും ചെയ്തു. രാജ്ഞി പുളിങ്കുന്നിൽ പോയിട്ട് അധികം താമസിയാതെ തന്നെ തിരുവിതാംകൂർ മഹാരാജാവ് അമ്പലപ്പുഴ രാജാവും അതോടുകൂടി പുളിങ്കുന്നിലെത്തി. ആ രാജ്ഞിയുടെ ശാപവും അനുഗ്രഹവും നിമിത്തം കാലക്രമേണ പുളിങ്കുന്നിലുണ്ടായിരുന്ന നായർ കുടുംബങ്ങളെല്ലാം നശിക്കുകയും മാപ്പിളമാരെല്ലാം വർദ്ധിക്കുകയും ചെയ്തു. ഇപ്പോൾ പുളിങ്കുന്നെന്ന സ്ഥലത്ത് 4-5 നായർ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കുടുംബക്കാരെല്ലാം നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ അഗതികളുമാണ്. അവിടെ ഇപ്പോൾ നസ്രാണി മാപ്പിളമാരുടെ വീടുകളിൽ 300-ലധികമുണ്ട്. ആ വീട്ടുകാരിൽ മിക്കവരും വലിയ ധനവാന്മാരുമാണ്. പുളിങ്കുന്നിലുള്ള നായന്മാരുടെ അധർമ്മത്തിലുള്ള ആപത്തുകൾക്കും കാരണം കൈപ്പുഴ രാജ്ഞിയുടെ ശാപമാണെന്ന അടുത്ത കാലത്ത് പാഴൂർ കണിയാരുടെ പ്രശ്നവിധിയിലും ഉണ്ടായിട്ടുണ്ട്. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 35 അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് 36-ാം അധ്യായമാണ്. ഒരന്തർജനത്തിന്റെ യുക്തി തുടരും.